തെന്നിന്ത്യൻ നടന്മാരായ വിജയ് ദേവരകൊണ്ട, റാണ ദഗുബട്ടി ഉൾപ്പെടെ 30 സെലിബ്രിറ്റികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വാതുവയ്പ് ആപ്പുകൾക്ക് പ്രചാരണം നൽകി എന്നാണ് ഹൈദരാബാദ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ പറയുന്നത്. പ്രകാശ് രാജ്, മഞ്ജു ലക്ഷ്മി തുടങ്ങിയവരും ഈ പ്രതിപട്ടികയിലുണ്ട്. വാതുവയ്പ് ആപ്പുകളുടെ പരസ്യത്തിൽ അഭിനയിച്ചതിനും പ്രചാരം നൽകിയതിനുമാണ് തെന്നിന്ത്യൻ സിനിമാ താരങ്ങൾക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനുമെതിരെ ഇഡി കേസെടുത്തത്. നടന്മാരായ വിജയ് ദേവരകൊണ്ട, റാണ ദഗുബട്ടി, പ്രകാശ് രാജ്, നടിമാരായ മഞ്ജു ലക്ഷ്മി, നിധി അഗർവാൾ, പ്രണിത സുഭാഷ് തുടങ്ങി 30 പേർ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ഇഡി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജീത് വിൻ, പ്യാരി മാച്ച്, ലോട്ടൂസ് 365 തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾക്കായി താരങ്ങൾ പ്രചാരണം നടത്തിയെന്നാണ് ആരോപണം. താരങ്ങളെ ഉപയോഗിച്ചുള്ള പ്രചാരണത്തിലൂടെ ഈ പ്ലാറ്റ്ഫോമുകൾ കള്ളപ്പണം വെളുപ്പിച്ചുവെന്നും നിരവധി പേരിൽ നിന്ന് കോടികൾ തട്ടിയെന്നും ഇഡി വ്യക്തമാക്കുന്നു. എന്നാൽ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും പ്ലാറ്റ്ഫോമുകളുടെ പ്രവർത്തനം നിയമവിരുദ്ധമാണെന്ന് മനസ്സിലാക്കിയതോടെ ഇവരുമായുള്ള ബന്ധം ഉപേക്ഷിച്ചുവെന്നും താരങ്ങൾ വിശദീകരിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ താരങ്ങൾക്ക് സമൻസ് കൈമാറുമെന്നും ഇഡി വ്യക്തമാക്കി. ഹൈദരാബാദ്, വിശാഖപട്ടണം എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ പരാതികൾ ലഭിച്ചതോടെയാണ് ഇഡി കേസെടുത്തത്. 3 കോടിയിലധികം രൂപ നഷ്ടപ്പെട്ടയാൾ വരെ പരാതിക്കാരുടെ കൂട്ടത്തിലുണ്ട്. താരങ്ങളെ വിശ്വസിച്ച് മുടക്കിയ പണമാണ് നഷ്ടപ്പെട്ടതെന്ന് പരാതിക്കാർ പറയുന്നു. ആളുകളെ ആകർഷിക്കാനായി പല ഓൺലൈൻ വാതുവയ്പ് ആളുകളും കോടികൾ മുടക്കിയാണ് പ്രചാരണം നടത്തുന്നത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.